കുറെ നേരമായി അവരും ഏതോ ഒരു പെണ്ണും കൂടി മാറി നിന്ന് സംസാരം തുടങ്ങിയിട്ട്. ആരാണവള്? അത് അവന്റെ എയർലൈൻസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാ. ഏത് കുട്ടിയായാലും അതൊന്നും ശരിയല്ലെന്ന് അവനോട് പറയണം. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ട് പറയുകയല്ല, നമ്മുടെ നാട്ടുകാരാണെങ്കിലും മുഴുവൻ തെണ്ടികളാ. ബന്ധുക്കൾ ചെറ്റകളാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ അതിന്റെ നാണക്കേട് എന്റെ മോൾക്കാ. അവരുടെ വിവാഹം നടക്കുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയും. എന്റെ മോനെ, എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഏട്ടനില്ലെങ്കിൽ അനസൂയക്ക് വേറൊരു ബന്ധം നോക്ക്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ. അർജുനെ അനസൂയയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് താല്പര്യമില്ലേ? അത് ഞാൻ അങ്ങോട്ട് ഏട്ടനോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ മറുപടി പറഞ്ഞാൽ മതി. അവരുടെ കല്യാണത്തിന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ 16 കൂട്ടം കറികളും 4 തരം പായസവും വെച്ച് നല്ല ആർഭാടമായിട്ട് തന്നെ നമുക്ക് കളറാക്കാം. ഇനി അവരുടെ കല്യാണത്തിന് നീ മുടക്കു വർത്തമാനമാണ് പറയാൻ പോകുന്നതെങ്കിൽ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. കുഞ്ഞോടല്ല, നിന്റെ ഭർത്താവിനോടും മക്കളോടും. നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാ അല്ലേ? പരസ്യം കൊള്ളാല്ലേ? 30ാം വിവാഹ വാർഷികത്തിൽ തന്നെ നിന്റെ ഇനിയുള്ള ജീവിതം നശിപ്പിക്കണ കുഞ്ഞോളെ. ഇനി നീ പറ, നിന്റെ മോനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് താല്പര്യമാണോ അല്ലയോ? പറയ്. മൗനം സമ്മതം. എനിക്കറിയാൻ താല്പര്യമാണെന്ന്. അപ്പോ നമ്മളങ്ങ് ഉറപ്പിച്ചു. ഇനി വാ, നമുക്ക് വല്ലത് കഴിക്കാം. തണുത്തു പോയ പിന്നെ ആഹാരം കൊള്ളത്തില്ല. വാങ്ങ്. ഹലോ everybody. ഈ സമയത്ത് ഞാൻ എന്താ നിങ്ങളോട് പറയാൻ പോകുന്നതാവും നിങ്ങളൊക്കെ ആലോചിക്കുന്നത്. തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ എന്തിനാണ് മൈക്ക് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതെനിക്ക് അത്രയും സന്തോഷം തരുന്ന തികച്ചും പേഴ്സണലായ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇതൊരു ആമുഖത്തോടെ പറയേണ്ട കാര്യമായതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ പറയാനാണ് എനിക്കിഷ്ടം. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അതിൽ പലരും പകുതി വഴിക്ക് ഇറങ്ങിപ്പോവാറുമുണ്ട്. പക്ഷേ ചിലര് നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും. നമ്മളെ വിശ്വസിച്ച്, സ്നേഹിച്ച്, ശാസിച്ച്, എല്ലാം പരസ്പരം പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരാളെ ഉണ്ടാവും. അവരെ നമ്മൾ കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ ജീവിതം മാറി മറിയുന്നത്. ചിലര് കാലം തെറ്റി നമ്മളിലേക്ക് എത്തിച്ചേരും. മറ്റു ചിലർ അപരിചിതരായിട്ട് തന്നെ തുടരും. എന്റെ ജീവിതത്തിൽ ഞാൻ അയാളെ കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി അത് റിവീൽ ചെയ്യാനാ ഞാനിപ്പോ സംസാരിക്കുന്നത്. മനസ്സുകൊണ്ട് 1000 തവണ ഞാനത് അവളോട് പറഞ്ഞതാണ്. ഇപ്പോ ഞാനത് ചോദിക്കാൻ പോവാണ്.
ഐശ്വര്യ, പ്ലീസ് കം. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇത്രയും നാള് നിങ്ങൾ പറയുന്നത് കേട്ടതുകൊണ്ടാ എന്റെ മോൾക്ക് ഈ അവസ്ഥ വന്നത്. കുഞ്ഞിലെ മുതല് അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ അർജുനേട്ട എനിക്കുള്ളതാന്ന്. എന്നിട്ടിപ്പോ എവിടുന്ന് വന്നവൾ കൊണ്ടുപോയില്ലേ? ഇത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്ക് നേരത്തെ സംശയം തോന്നിയതുകൊണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞത് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചെടുക്കാൻ. അമ്മ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു. ദേ നിക്കുന്നു എല്ലാം ഏറ്റു എന്ന് പറഞ്ഞ ആള്. അവൻ ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. അവൻ മാത്രമല്ല, എന്റെ പുന്നാര പെങ്ങളും കൂടി ചേർന്നല്ലേ നമ്മളെ ചതിച്ചത്. എനിക്കൊന്നും അറിയണ്ട. എന്തു വന്നാലും അർജുൻ എന്റേതാണെന്നും എനിക്ക് എന്നെ കിട്ടുമെന്നും ഉറപ്പ് വന്നത് അച്ഛനാ. ആ ഉറപ്പ് അച്ഛൻ പാലിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും. പറഞ്ഞേക്കാം.